ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്ത് പകുതി വെച്ച് ഞാൻ പോയായിരുന്നു. അപ്പോൾ ആ യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്ത് വന്നതാണ്. ഇത് ഏതാ സ്ഥലം നിങ്ങൾക്ക് അറിയാമോ? താമ്പരം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് ഞാൻ പറയുമ്പോഴേ എല്ലാവരും ചോദിക്കാറുണ്ട് താമ്പരം അറിയുമോ എന്ന്. കാരണം അതൊരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതായിരുന്നു താമ്പരം. അപ്പോൾ താമ്പരം ബസ് നിർത്തിയപ്പോൾ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്താട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റോപ്പാണ്, കീളമ്പാക്കം എന്ന് പറയും. നേരത്തെയൊക്കെ നമ്മൾ കോയമ്പേട് പോയിട്ടാണ് ബസ് കയറുന്നതും അതുപോലെ തന്നെ കോയമ്പേടിലേക്കായിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് കീളമ്പാക്കമാണ്. അപ്പം പുതിയ ബസ് സ്റ്റോപ്പാണ്, ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ബസ്സിന് വേണ്ടിയിട്ട് അവരുടെ ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ബസ്സുകളും നമ്മൾ ചെന്നൈ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ചെന്നൈയിൽ എവിടെ പോകണമെങ്കിലും അവിടോട്ടുള്ള ബസ്സുകളെല്ലാം കിട്ടുന്നത് നമുക്ക് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ബസ്സുകൾ എന്താണ്, ഈ നമ്പേഴ്സാണ് മോസ്റ്റ്ലി. ഞാനൊക്കെ നമ്പേഴ്സ് നോക്കിയിട്ടാണ് പോകുന്നത്. ഇംഗ്ലീഷിലും ചില ബസ്സിലൊക്കെ എഴുതും, പക്ഷേ നമ്പേഴ്സ് നോക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ അവിടുത്തെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഏത് ബസ് എവിടെ എത്തി അല്ലെങ്കിൽ ഏത് ബസ് ഇനി ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ വേറൊരു വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് പിങ്ക് ബസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ബസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആണ് കേട്ടോ. പിന്നെ റെഡ് ബസ്സിൽ മാത്രം കുറച്ച് ചീപ്പാണ്, ഭയങ്കര ചീപ്പാണ്. കുറച്ച് പൈസ കൊടുത്തിട്ട് 10 രൂപ 15 രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് ഓരോ സ്ഥലത്ത് പോകാൻ പറ്റും. അപ്പം നമ്മൾ ഫൈനലി നമ്മൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വലിയ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഞാനൊരു 2 hours മുന്നേ വന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു 2 hours സ്പെൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ 2 hours സ്പെൻഡ് ചെയ്തത് എൻ്റെ ഹോസ്റ്റൽ റൂമിലിരുന്നേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം വലിയ ചൂടൊന്നുമില്ലായിരുന്നു. ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ മുഖത്ത് വിയർപ്പൊക്കെ കാണുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ആൽമണ്ട് മിൽക്ക് കഴിച്ചു. ഇതേണ്ട ഇവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഫ്രീ ആണ് കേട്ടോ. അവിടെ നമുക്ക് നോർമൽ കോൾഡ് അങ്ങനത്തെ ഹോട്ട് അങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. ഭയങ്കര ക്ലീനാണ്. അതുപോലെ തന്നെ വാഷ്റൂമൊക്കെ ഭയങ്കര ക്ലീനാണ്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പോലീസുകാരും അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് അറിയത്തില്ല, അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഏത് ബസ്സാണ് അങ്ങനെയൊക്കെ. നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എന്നെ അവരാണ് കാണിച്ചു തന്ന പ്ലാറ്റ്ഫോം 4 നിന്നാണ് നമ്മൾ വരുന്നത്. അങ്ങനെ അവിടുന്ന് എൻ്റെ ബസ് എടുത്തു. അപ്പം നമ്മൾ അതായത് ഈവനിങ് 6 സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു മോർണിംഗ് 7 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ കമ്പം എത്തുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ ഒരു കടയിൽ നിർത്തിയതാണ് ഫുഡ് കഴിക്കുക. അപ്പം ഫൈനലി ഞാൻ എൻ്റെ കമ്പത്തെത്തി ഗൈസ്. ഞാൻ കമ്പക്കാരിയല്ല, എൻ്റെ എന്ന് പറഞ്ഞപ്പോഴേ അവിടെ എൻ്റെ വീടിനോട് അടുത്തെത്തി. ഇനി ഒരു 1 hour ട്രാവലും കൂടെ ഉള്ളൂ. അപ്പോൾ അവിടെ ഞാൻ ചായയൊക്കെ കുടിച്ചു. അവിടെ കുറേ നേരം കുത്തിയിരുന്നു ഗൈസ്. കാരണം 5 മണിയായപ്പോൾ ബസ് ഭയങ്കര സ്പീഡിലാണ് വന്നത്. അപ്പോൾ 5 മണിയായപ്പോൾ എത്തി. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഞാൻ എൻ്റെ കമ്പത്തേന്ന് എൻ്റെ വീട്ടിലേക്കുള്ള ബസ്സിലേക്ക് കയറി. അപ്പോൾ നമ്മുടെ ബസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഈ കാഴ്ചകളൊക്കെ. മെട്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് താഴെ കാണാൻ പറ്റുന്നതെല്ലാം തമിഴ്നാടിൻ്റെ ആ വ്യൂ ആണ്. നമുക്ക് രാമക്കൽമേട് പോയാൽ അത് നമുക്ക് സൂപ്പറായിട്ട് കാണാം. വൺ ഡേ നമുക്ക് ആ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്താറായിട്ടുണ്ട്. അപ്പം ഇനി വീട്ടിൽ പോയി ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണാം.